നെക്സ്റ്റ് മോഡ്യൂളാണ്. അതിനകത്തൊരെണ്ണമാണ് ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ട്യൂറിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മാത്തമാറ്റിക്കൽ മോഡലാണ് ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അതായത് ഒരു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യും അതിൻ്റെ കമ്പ്യൂട്ടിംഗ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് പറയുന്നതാണ് ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ട്യൂറിംഗ് മെഷീൻ കണ്ടുപിടിച്ചത് അലൻ ട്യൂറിംഗ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഈ ട്യൂറിംഗ് മെഷീൻ്റെ ബേസിക് സ്ട്രക്ചറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അത് ഫുൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫൈനൈറ്റ് കൺട്രോൾ എന്ന് പറയുന്ന സിസ്റ്റം ഒരു ഇതുണ്ട്. അതുപോലെ ഒരു ഇൻപുട്ട് ടേപ്പ് ഉണ്ട്. ആ ഇൻപുട്ട് ടേപ്പിനകത്താണ് നമ്മുടെ ഇൻപുട്ട് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ദെൻ അതിനെ ഓരോ ആൽഫബറ്റ്സിനെയും പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേപ്പ് ഹെഡ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ട്യൂറിംഗ് മെഷീൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ടേപ്പ് കാണിച്ചിട്ടുണ്ട്. ഇൻഫിനിറ്റ് സൈസ് ടേപ്പാണ്. അതിൻ്റെ രണ്ടറ്റവും ക്യാപിറ്റൽ ബി ഇൻഡിക്കേറ്റ്സ് ബ്ലാങ്ക്. ഓക്കെ, ആ രണ്ട് ബ്ലാങ്കിനും ഇടയ്ക്കാണ് നമ്മുടെ ഇൻപുട്ട്സ് ആയിട്ടുള്ള ആൽഫബറ്റ് 0യോ 1ഓ എയോ ബിയോ എക്സോ വൈയോ ഇസഡോ എനിത്തിങ് ഇങ്ങനെ ഇൻപുട്ട്സ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ആ രണ്ട് ബികൾക്കിടയിലാണ്. ദാറ്റ് ഈസ് ആൻ ഇൻഫിനിറ്റ് ടേപ്പ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇൻഫിനിറ്റ് ടേപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ എൻഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ആ എൻഡിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടിനും എൻഡിനും വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ബ്ലാങ്ക് എന്ന് പറയുന്ന ഇത് യൂസ് ചെയ്യുന്നത്. ഈ ടേപ്പിനെ നമ്മൾ ഡിഫറെൻറ്റ് സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സെല്ലിലാണ് നമ്മൾ നമ്മുടെ ഇൻപുട്ട്സ് പ്ലേസ് ചെയ്യുന്നത്. അതുപോലെ ആദ്യത്തെ സെല്ലിൽ ബ്ലാങ്കായ ക്യാപിറ്റൽ ബിയും അവസാനത്തെ സെല്ലിൽ ക്യാപിറ്റൽ ബി ബ്ലാങ്കും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്കാണ് നമ്മുടെ ഇൻപുട്ട്സുകളെല്ലാം നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ സെല്ലിനെയും നമ്മൾ പോയിൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ടേപ്പ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കറസ്പോണ്ടിങ് പോയിൻ്റർ ഫൈനൈറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് അല്ലെങ്കിൽ കറൻ്റ്ലി നമ്മൾ ഇനി ഇതിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടുന്നത് അല്ലെങ്കിൽ അടുത്ത ഇൻപുട്ട് ഏതാണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്. നമ്മുടെ കറണ്ട് ഇൻപുട്ട് ഏതാണോ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ടേപ്പ് ഹെഡ് എന്ന് പറയുന്നത്. ആ ടേപ്പ് ഹെഡിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ഫൈനൈറ്റ് കൺട്രോൾ എന്ന് പറയുന്നതാണ് ടേപ്പ് കൺട്രോൾ. മൊത്തത്തിൽ നമ്മൾ ഏത് ഇൻപുട്ടിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകണം, അടുത്തത് ഏതായിരിക്കണം, ഒരു ബ്ലാങ്ക് കണ്ടാൽ എന്തായിരിക്കണം, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫൈനൈറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി അവിടെ നടക്കുന്ന ഓപ്പറേഷൻസ് ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ചേഞ്ച്. നമ്മൾ PDA-ക്കകത്തായാലും ഫസ്റ്റ് Q0 എന്ന് പറഞ്ഞ് കൊടുത്താണ് ചെയ്യുന്നത്. ദെൻ ഓരോ ഇൻപുട്ട്സ് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് എന്തായിരിക്കും സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ചേഞ്ച് എന്നാണ്. രണ്ടാമത്തത് നമ്മൾ ടേപ്പ് സെല്ലിൽ നിന്ന് സ്കാൻ ചെയ്തെടുത്ത് സിമ്പൽ ഏതാണെന്നുള്ളത് എടുക്കുക. എന്നിട്ട് അതിനെ ഏതെങ്കിലുമായിട്ട് റീപ്ലേസ് ചെയ്യാനുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുക. അപ്പോൾ അതാണ് പ്രിൻ്റ് എ സിമ്പൽ ഓൺ ദ ടേപ്പ് സെൽ സ്കാൻഡ് റീപ്ലേസിങ് വാട്ട് വാസ് റിട്ടേൺ ദെയർ. അവിടെ നമ്മൾ അതിനി എന്താണെന്നുള്ളത് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്ന രണ്ട് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് സ്റ്റേറ്റ് ചേഞ്ച്, രണ്ടെന്ന് പറയുന്നത് നമ്മളൊരു ഇൻപുട്ട് കാണുമ്പോഴത്തേക്ക് എന്ത് ആക്ഷനാണ് പെർഫോം ചെയ്യുന്നത്. മൂന്നാമത്തേതെന്ന് പറയുന്നത് ആ ടേപ്പ് ഹെഡിനെ ഒന്നുകിൽ ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്ക് നമുക്ക് ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡയറക്ഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ആ ഡയറക്ഷൻ നമ്മുടെ ടേപ്പിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ ടേപ്പിൽ റൈറ്റ്. ടേപ്പിൽ ലെഫ്റ്റ് ടേപ്പിൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ടായിട്ട് ഏത് ഇൻപുട്ടിനെയാണോ പോയിൻ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ലെഫ്റ്റ് അതിൻ്റെ റൈറ്റ് ആണ് പറയുന്നത്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ടേപ്പ് ഹെഡിന് മൂവ് ചെയ്യാൻ പറ്റും. ദെൻ ട്യൂറിംഗ് മെഷീൻ M is denoted by M is equal to Q, sigma, gamma, delta, Q0, capital B, capital F. ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്. ഇതിനകത്ത് വരുന്ന സ്റ്റേറ്റ്സുകളാണ് ക്യാപിറ്റൽ Q കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിഗ്മ എന്ന് പറയുന്നത് നമ്മുടെ ഗാമയുടെ ഒരു സബ്സെറ്റ് ആണ്. ഇൻക്ലൂഡ് B ഈസ് ദ സെറ്റ് ഓഫ് ഇൻപുട്ട് സിമ്പിൾസ്. നമ്മൾ സാധാരണ സിഗ്മ എന്ന് പറയുന്നത് എന്താണ്, ആൽഫബറ്റ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് സിമ്പിൾസ്. ഇവിടെയും നമ്മുടെ സിഗ്മ എന്ന് പറയുന്നത് ആൽഫബറ്റ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് സിമ്പിൾസ്. നമ്മൾ എയും ബിയും അല്ലെങ്കിൽ 0യും 1ഓ എക്സോ വൈയോ ഏതാണോ യൂസ് ചെയ്യുന്നത് അതിനെയാണ് സിഗ്മ എന്ന് പറയുന്നത്. ദെൻ ഗാമ ഇസ് ദ ഫൈനൈറ്റ് സെറ്റ് ഓഫ് അലൗബിൾ ടേപ്പ് സിമ്പിൾസ്.
ടേപ്പിനകത്ത് നമ്മൾ ഈ ഇൻപുട്ട്സ് എയും ബിയും അല്ലെങ്കിൽ 0യും 1ഉം കൂടാതെ ചില വാല്യൂസൊക്കെ നമുക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് സേവ് ചെയ്ത് അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ടേപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്ന സിമ്പിൾസിനെയാണ് നമ്മൾ ഗാമ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് ഡെൽറ്റ എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന ട്രാൻസിഷൻ ഫംഗ്ഷൻ, ദറ്റ് ഈസ് എ മാപ്പിംഗ് ഫോം എന്നാണ് പറയുന്നത്. ആ മാപ്പിംഗ് ഫോമിനകത്ത് എന്തും കൂടി ഉണ്ട്, ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ആക്ഷനും കൂടി വരുന്നുണ്ട്. Q0 എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്റ്റേറ്റ്, ക്യാപിറ്റൽ ബി ഈസ് ദ സിമ്പിൾ ഗാമ, ദാറ്റ് ഈസ് ആ ഗാമ എന്ന് പറയുന്നതിനകത്തുള്ളൊരു സിമ്പിളാണ്, ദാറ്റ് ഈസ് ദ ബ്ലാങ്ക്. ബി എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് ബ്ലാങ്ക് സിമ്പിൾ, അതായത് ടേപ്പിൻ്റെ രണ്ട് എൻഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ബ്ലാങ്ക് അല്ലെങ്കിൽ ബി സിമ്പിൾ എന്ന് പറയുന്നത്. എഫ് ഈസ് എ ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, ഇത് ഇത്രയും നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ അഡീഷണലായിട്ട് വരുന്നത് ക്യാപിറ്റൽ ബി എന്താണ്, ബ്ലാങ്ക് എന്ന് പറയുന്ന സിമ്പിളാണ്. ദെൻ ഗാമ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇൻപുട്ടിനകത്ത് വരുന്നതും ചിലപ്പോൾ അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് നമ്മൾ ടേപ്പിൽ എന്തൊക്കെ സിമ്പിൾസ് ആഡ് ചെയ്യുന്നു അതിൻ്റെ സെറ്റിനെയാണ് ഗാമ എന്ന് പറയും. ദെൻ നമ്മുടെ ട്യൂറിംഗ് മെഷീൻ്റെ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് രണ്ട് ഡയറക്ഷൻസിലും ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ എത്ര പ്രാവശ്യം വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡയറക്ഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് സിമ്പിൾ അനുസരിച്ച് ഒന്നുകിൽ ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു മൂവ് അല്ലെങ്കിൽ റൈറ്റിലേക്ക് ഒരു മൂവ് എന്നല്ല, ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ എനി നമ്പർ ഓഫ് മൂവ്സ് അല്ലെങ്കിൽ എനി നമ്പർ ഓഫ് ട്രാൻസിഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഡിറ്റർമിനിസ്റ്റിക് ആണ്. ദാറ്റ് ഡെൽറ്റ എന്ന് പറയുന്നത് ഓരോ കോൺഫിഗറേഷനും ഓരോ മൂവ്, അതായത് ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഒന്നുകിൽ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് പോവേണ്ടുന്നത്, അതുപോലെ ഔട്ട്പുട്ട് എന്നതായിരിക്കും, എവിടെ വെച്ചാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതെന്നുള്ളത് ആ ഡയറക്ഷൻസും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് നേരത്തെ തന്നെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ട്യൂറിംഗ് മെഷീൻ ഡിറ്റർമിനിസ്റ്റിക് ആണ്. പിന്നെ അവിടെ സ്പെഷ്യൽ ഇൻപുട്ട് ഫയൽസോ ഔട്ട്പുട്ട് ഫയൽസോ ഒന്നുമില്ല. നമ്മൾ ഈ കൊടുക്കുന്നതിന് തന്നെ ചില സെല്ലുകൾ അല്ലെങ്കിൽ ചില പോർഷൻസ് ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ നമ്മുടെ കണ്ടൻസ് തന്നെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കുന്നുണ്ടാവും. ഓക്കെ, അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഔട്ട്പുട്ട് ഡിവൈസോ പ്രത്യേകിച്ച് ഇൻപുട്ട് ഫയൽസോ ഒന്നുമില്ല. ഈ ടേപ്പിൽ തന്നെയാണ് ഇൻപുട്ട്സ് കൊടുക്കുന്നതും ആ ടേപ്പിൽ തന്നെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഗെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ അതിനകത്ത് വരുന്ന ആക്ഷൻസ് ആണ് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും രണ്ട് ഷിഫ്റ്റുകൾ ഉള്ളപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് ഡെൽറ്റ ഓഫ് ക്യൂ കോമ എക്സ്. ക്യൂ എന്ന് പറയുന്നത് സ്റ്റേറ്റ്, എക്സ് എന്ന് പറയുന്നത് ഇൻപുട്ട്. ഇപ്പോൾ നമ്മുടെ ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് എക്സ് എന്ന് പറയുന്ന ഇൻപുട്ട് സ്വീകരിക്കുമ്പോൾ പി കോമ വൈ കോമ എൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്യൂ ആണ്. അവിടെ നമ്മുടെ സിമ്പിൾ ആ ടേപ്പിൽ അപ്പിയർ ചെയ്തിരിക്കുന്നത് എക്സ് ആണെങ്കിൽ ദ ട്യൂറിംഗ് മെഷീൻ സ്റ്റേറ്റ് ക്യൂവിൽ നിന്ന് പിയിലേക്ക് ചേഞ്ച് ചെയ്യും. അതുപോലെ നമ്മുടെ സിമ്പിൾ എക്സ് എന്ന് പറയുന്നത് സിമ്പിൾ വൈ വെച്ച് റീപ്ലേസ് ചെയ്യും. ആൻഡ് ദ ടേപ്പ് ഹെഡ് എന്ന് പറയുന്നത് 1 പൊസിഷൻ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. രണ്ട് കാര്യങ്ങളാണ്. അതെപ്പോഴാണ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ എഴുതുമ്പോൾ, നമ്മളൊരു എക്സാമ്പിൾ എഴുതുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അവിടെ രണ്ട് ആക്ഷൻസ് നടക്കും. ഡെൽറ്റ ഓഫ് ക്യൂ കോമ എക്സ്, ക്യൂ എന്ന് പറയുന്നത് പ്രസൻറ്റ് സ്റ്റേറ്റ്, ദെൻ എക്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇൻപുട്ട് സിമ്പിൾ ഏതാണെന്നുള്ളത് അത് കാണുകയാണെങ്കിൽ പി കോമ വൈ കോമ ദെൻ എൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ആക്ഷൻ, അവിടെ നടക്കുന്ന ആക്ഷൻ. എന്താണ് പി, എന്താണ് വൈ, എന്താണ് എൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റ്, ക്യൂവിൽ നിന്ന് നമ്മൾ മൂവ് ചെയ്യുന്ന സ്റ്റേറ്റാണ് പി എന്ന് പറയുന്നത്. വൈ എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് എക്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ടേപ്പിനകത്ത് നമ്മൾ എക്സിന് പകരം എന്തായിരിക്കും എഴുതുന്നത്, വൈ എന്ന് പറയുന്ന സിമ്പിളായിരിക്കും എഴുതുന്നത്. എക്സ് ഇൻപുട്ടായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നത് വൈ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ നമ്മുടെ ടേപ്പ് ഹെഡ് എന്ന് പറയുന്നത് ഒന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവും. ഇനി ഇതേ സെയിം ആക്ഷൻ ഇഫ് ഡെൽറ്റ ഓഫ് ക്യൂ കോമ എക്സ് ഇസ് ഈക്വൽ ടു പി കോമ വൈ കോമ ആർ വരുന്നത് അന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം തന്നെ. എന്താണ്, ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് പി എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ദെൻ അതുപോലെ
നമ്മുടെ എക്സ് എന്ന് പറയുന്ന സിമ്പൽ വൈ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താ പറഞ്ഞേക്കുന്നത്, ടേപ്പ് ഹെഡ് ഓൺ റൈറ്റ് പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അവിടെ രണ്ട് ഡയറക്ഷനിലെ മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ എന്ന് നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും, റൈറ്റ് ആണെങ്കിൽ റൈറ്റിലേക്ക് മൂവ് ചെയ്യും, വൺ പൊസിഷൻ. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ തന്നിരിക്കുന്ന ഇൻപുട്ട് സിമ്പിളിനെ വേറൊരു സിമ്പിൾ വെച്ച് റീപ്ലേസ് ചെയ്തായിരിക്കും ടേപ്പിൽ വെക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അവിടെ നടക്കുന്ന ആക്ഷൻസ് എന്ന് പറയുന്നത്.